ചാർപ്പീസ് മെത്തേഡിലെ തേർഡ് വീഡിയോയിലേക്ക് നമ്മളുടെ വീഡിയോയിൽ പ്രോബ്ലം നമ്പർ 2 അതിൽ പ്രോബ്ലം ഇതാണ് ക്യൂ പ്ലസ് പി എക്സ് സിക്കൽ ടു ക്യൂ സ്ക്വയർ. ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽസ്, കംപ്ലീറ്റ് ഇൻ്റഗ്രൽസ് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രൽസ് ഫൈൻഡ് ചെയ്യണം. അതായത് ചാർപ്പീസ് മെത്തേഡിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ അതിനെ ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്യുക, ഈക്വൽ ടു 0 കൊണ്ടുവരിക. അതിനുശേഷം ചാർപ്പീസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻസ് ആയ ഡി എക്സ് ബൈ എഫ് ഓഫ് പി, ഇവിടെ എല്ലാം ക്യാപിറ്റൽ പി ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഫ് ക്യാപിറ്റൽ ആയതുകൊണ്ട് അത് ക്യാപിറ്റൽ എഫ് പി എന്ന് നമുക്ക് കൊടുക്കാം. ഇതും ക്യാപിറ്റൽ എഫ് ക്യൂ എന്ന് കൊടുക്കാം. ഓക്കെ, ഇൻറ്റു ഡി സെഡ് ഇൻറ്റു ഇതിലേക്ക് നമ്മൾ പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിലേക്ക് ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ മൈനസ് കൊടുത്ത് ഡി പി. നിങ്ങളെ ചിലവരുടെ എല്ലാം ഇവിടെ നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. അന്നേരം ഈ ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കേണ്ട, പ്രോബ്ലംസ് എല്ലാം സെയിം ആണ്. ഇവിടെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ സൈഡ് നമുക്ക് നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, റൈറ്റ്. Then minus dp by f of x plus q into f of z into minus dq by phi by f y plus q into f of z into d phi by 0. ഓക്കെ, ഇതിൽ നമുക്കറിയാം, ഇതിൽ നിന്ന് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക, ക്യൂയുടെ വാല്യൂ കണ്ടുപിടിക്കുക. അന്നേരം ഇതിലാകെയുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കുക. ഈ പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ നമ്മളുടെ ഇക്വേഷൻസിലേക്ക് മാറ്റാം. എ പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുക. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അതിൻ്റെ കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഇത് ഇൻ്റഗ്രൽ ഓഫ് പി ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ ഏതാണോ പി ഡി എക്സിൻ്റെ കിട്ടുന്ന പിയുടെയും ക്യൂവിൻ്റെയും വാല്യൂ ഏതാണോ അതിൻ്റെ ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്യുക ഇക്വേഷനെ. ഇതാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അന്നേരം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൽ എഫ് ഓഫ് പി എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഓഫ് ക്യൂ കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് പി ആൻഡ് എക്സ് വൈ ആൻഡ് ഇസഡ്. ബിക്കോസ് its equation have x, y is a independent variable and z is a dependent variable and p and q are ഇതിൽ നമ്മളുടെ ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് വരണം. ഇങ്ങനെ വരുന്ന ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചാർപ്പീസ് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ചാർപ്പീസ് മെത്തേഡിൽ അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇതിൻ്റെ വാല്യൂസ് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കാം. അന്നേരം ഡോ ബൈ ഡോ എക്സ് ഓഫ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ എ ക്യൂ പ്ലസ് പി ഓഫ് എക്സ് മൈനസ് ക്യൂ സ്ക്വയർ. ഓക്കെ, ഇതിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുക. അന്നേരം എക്സിൻ്റെ ടേമുള്ള ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഇതിനെയാണ് എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് നമ്മൾ കൊടുക്കണം. ദാറ്റ്സ് ഈക്വൽ ടു പി. അത് കഴിഞ്ഞിട്ട് ഡി വൈ കണ്ടുപിടിക്കുക. ക്യൂ പ്ലസ് പി മൈനസ് എക്സ് മൈനസ് ക്യൂ സ്ക്വയർ പി ഓഫ് ക്യാപിറ്റൽ പി ഓഫ് വൈ. ഇവിടെ വൈ എന്ന് പറഞ്ഞ ടൈമില്ല, അതുകൊണ്ട് അതിൻ്റെ 0 ആണ്. ഇനി ഡോ ബൈ ഡോ ഇസഡ് കണ്ടുപിടിക്കുക. ക്യൂ മൈനസ് പി ഓഫ് എക്സ് മൈനസ് ക്യൂ സ്ക്വയർ. ഇവിടെ ഇസഡ് എന്ന് പറഞ്ഞ ടൈമില്ല, അതുകൊണ്ട് എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ ടൈമും നമുക്കിവിടെ എന്തായിരിക്കും 0 ആയിരിക്കും. അതിനുശേഷം ഡോ പി നമ്മൾ കണ്ടുപിടിക്കുക. ക്യൂ പ്ലസ് പി മൈനസ് എക്സ് മൈനസ് ക്യൂ സ്ക്വയർ. ഓക്കെ, റൈറ്റ്. അതിൽ നമ്മൾ എഫ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് പി എന്ന് എടുക്കുക. അത് നമ്മൾ പിയുടെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടുന്നത് പിയുടെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 1 ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡോ ബൈ ഡോ ക്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ക്യൂ പ്ലസ് പി മൈനസ് എക്സ് മൈനസ് ക്യൂ സ്ക്വയറിൽ അതാണ് എഫ് ഓഫ് ക്യൂ എന്ന് പറയുന്നത്. ഇതിലെ ഡെറിവേറ്റീവ്സ് 1 ആണ്. ഓക്കെ, 1. അതായത് നമുക്ക് ഇതിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷൻസ് നമുക്ക് കിട്ടി. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷനിലേക്ക് നമ്മൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനിയുള്ള പരിപാടി. ഓക്കെ, ദാറ്റ്ഫോർ ഡി എക്സ് ബൈ ഈ പി എന്ന് പറഞ്ഞ ടൈം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് എക്സ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് കൊടുക്കുക. ഇനി ഡി വൈ ബൈ അടുത്ത എന്ത് കൊടുക്കാം? പി ക്യൂ ആണ് വരേണ്ടത്. പി ക്യൂ സിക്കൽ ടു ഇവിടെ പി ക്യൂ സിക്കൽ ടു എത്ര വരും? ദാറ്റ്സ് ഈക്വൽ ടു 1 minus 2q.
ക്യൂവിൻ്റെ ടൈം ഇവിടെ നമ്മൾ തെറ്റിച്ചാണ് എഴുതിയിരുന്നത്. ഇവിടെ ഈ ടൈം കൂടിയുണ്ട്. ഇത് 1, ഓക്കെ 1. ഇതിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ എടുക്കുമ്പോൾ 2Q എന്ന് വരും. സോറി, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഡോ ഇസഡ് സിക്കൽ ടു എന്ന് പറഞ്ഞാൽ P ഇൻറ്റു എക്സ്, ഇതിനോടുകൂടി P കൊണ്ട് എടുക്കുക, പ്ലസ് ഇതിനോടുകൂടി Q കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 1 മൈനസ് 2Q. ഓക്കെ, ദെയർഫോർ അടുത്തത് നമ്മൾ മൈനസ് dP/dQ അതിലേക്ക് കൊടുക്കുക. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ P ആണ്. P പ്ലസ് Q ഇൻറ്റു എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. ഓക്കെ, ദെയർഫോർ മൈനസ് dQ ബൈ അതിൽ നമ്മളടുത്ത് y ആണ്. ഇതിൽ y എന്ന് പറയുന്ന ടൈം ഇവിടെ 0 ആണ്. 0 പ്ലസ് Q ഇൻറ്റു എഫ് ഓഫ് ഇസഡ് സിക്കൽ ടു 0 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻസ്. അതായത് ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 1, 2, 3, 4 and 5. ഓക്കെ, ഇതിൽ നിന്ന് പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ടത്. എന്നാലും നമ്മളെ സംബന്ധിച്ച് ഇതിൽ കണ്ടുപിടിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ടൈം എടുത്ത് കഴിയുമ്പോൾ ഇതിലറിയാം 0 Q ഇൻറ്റു 0 ആണ്, മൈനസ് dQ/0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഫിഫ്ത്ത് നമുക്ക് എടുക്കാം അല്ലേ. ദ ലാസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ എടുക്കാം. വി ക്യാൻ ടേക്ക് എ ലാസ്റ്റ് എക്സ്പ്രഷൻ ഫ്രം ദി ലാസ്റ്റ് expression we get സിക്കൽ ടു dQ സിക്കൽ ടു 0. ഇനി ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? dQനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ Q, പിന്നെ ഇതിൻ്റെ ഒപ്പം കോൺസ്റ്റൻറ്റ്. ഓക്കെ, അന്നേരം നമുക്കൊരു വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, അന്നേരം Q സിക്കൽ ടു 1 എന്ന് പറഞ്ഞൊരു വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി പിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അന്നേരം പിയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഇക്വേഷനിലേക്ക്, ഇതാണ് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ, അതിലേക്ക് നമുക്ക് കൊടുക്കാമല്ലോ. അന്നേരം പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുക്കാം Q പ്ലസ് PX സിക്കൽ ടു Q സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇക്വേഷൻ 2 എന്നെങ്കിലും നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷനിലേക്ക് കൊടുക്കാം. ക്യൂവിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? എ നമ്മൾ കൊടുക്കാം. ദാറ്റ്സ് ഈക്വൽ ടു ക്യൂവിൻ്റെ സ്ഥാനത്ത് എ കൊടുക്കുമ്പോൾ A പ്ലസ് PX സിക്കൽ ടു A സ്ക്വയർ. ഓക്കെ, ദെയർഫോർ P of x സിക്കൽ ടു A സ്ക്വയർ മൈനസ് A. Therefore P is equal to A square minus A by X. ഓക്കെ, അതായത് നമ്മൾ തേർഡ് ഇക്വേഷനായ ഏതായിട്ട് P കിട്ടി, Q കിട്ടി, P കിട്ടി. ഇനി നമ്മളുടെ എന്ത് ചെയ്യാം? നമ്മളെ ജനറൽ ഇക്വേഷനിലേക്ക് നേരെ കൊടുത്താൽ മതിയല്ലോ. നേരെ നമ്മളുടെ ജനറൽ ഇക്വേഷനിലേക്ക് നേരെ എടുക്കുക. ഏതാണ് ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ put the value of dz is equal to P dx plus P dy. ഇതിലേക്കാണ് നമ്മൾ അടുത്ത് ഈ സ്റ്റെപ്സ് നമ്മൾ കൊടുക്കണം. ദാറ്റ് dz സിക്കൽ ടു പിയുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കാം? A സ്ക്വയർ മൈനസ് A ബൈ എക്സ് dx പ്ലസ് ഈ പിൻ്റെ ദിസ് ഈസ് നോട്ട് എ പി, ദിസ് ഈസ് ക്യൂ. ഈ ക്യൂവിൻ്റെ സ്ഥാനത്തേക്ക് ഈ ഏത് വാല്യൂസ് കൊടുക്കുക? Q സിക്കൽ ടു A dy എന്ന് കൊടുക്കുക. ഇനി ഇതിനെ ഇൻഡിവിജ്വലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ദാറ്റ്സ് സിക്കൽ ടു ഡു ഇസഡ് സിക്കൽ ടു A സ്ക്വയർ മൈനസ് ഇതെന്ന് പറയുന്നത് എന്താണ്? അത് കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. A ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്, dy എടുക്കാം. ഇതിന് നമ്മൾ എടുക്കുമ്പോൾ dz എന്ന് കിട്ടും. ഇത് A സ്ക്വയർ മൈനസ് A ഇൻറ്റു 1/x log x 1/x dx എന്ന് പറഞ്ഞാൽ log ഓഫ് x ആണ്. ബ്രാക്കറ്റ് ഇടണം. പ്ലസ് A ഇൻറ്റു ഇതിൻ്റെ വരുമ്പോൾ y നമുക്ക് പ്ലസ് C. ഇതാണ് നമ്മളുടെ ജനറൽ ഇക്വേഷനായിട്ട് നമ്മൾ വരണം. ഓക്കെ, ഇതിനെ സിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബി കൊടുക്കാൻ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കോൺസ്റ്റൻറ്റ് ബി ആയിട്ട് എടുക്കുക. ദിസ് ഈസ് ആൻ ഇക്വേഷൻ. ഓക്കെ.